BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി കേസ് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കി NSCI തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം അംഗത്വം ക്യാമ്പയിൻ നടത്തും. തുടർന്ന് ചീഫ് ഇലക്ഷൻ അതോറിറ്റി അതാത് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരിക്കും. NSCI തയ്യാറാക്കുന്ന സമയപ്രകാരമാവും ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക. മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആപ്പ് അധിഷ്ഠിത ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയിരിക്കും. സ്വതന്ത്രവും നീതിപൂർവവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതാണ് ഈ സംവിധാനം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുഗമമാക്കാൻ 3 അംഗ ചീഫ് ഇലക്ഷൻ അതോറിറ്റിയെയാണ് NSCI ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കിരൺ മുഖബസാവ്, KK ശാസ്ത്രി, നിഷാന്ത് മണ്ഡൽ എന്നിവരെയാണ് NSCI ചുമതല വഹിക്കുന്ന കനയ്യകുമാർ നിയോഗിച്ചിട്ടുള്ളത്. അതേസമയം KSU സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആദ്യം പഠിക്കുന്ന കോളേജിന്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആവണമെന്നാണ് പുതിയ മാനദണ്ഡം. ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരിക്കണം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നവർക്കും ഇതേ മാനദണ്ഡമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കോളേജ് യൂണിറ്റ് കമ്മിറ്റിയിൽ 11 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. 1000 രൂപയാണ് കോളേജ് യൂണിറ്റ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതിന് സംഘടന ഏർപ്പെടുത്തിയിട്ടുള്ള നോമിനേഷൻ ഫീസ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ 5000 രൂപയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നവർ 3000 രൂപയും നോമിനേഷൻ ഫീസായി സംഘടനയ്ക്ക് നൽകണം. മറ്റു പാർട്ടികളിൽ ഏതെങ്കിലും അംഗത്വമുണ്ടെന്ന് തെളിഞ്ഞാൽ KSU അംഗത്വം റദ്ദാക്കും. വിദ്യാർത്ഥി സമരങ്ങളോട് ബന്ധപ്പെട്ടല്ലാതെ ഏതെങ്കിലും കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യാജരേഖകൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ചാലും മെമ്പർഷിപ്പ് നിലനിൽക്കില്ല. അതേസമയം അംഗത്വത്തിന് പ്രായപരിധി 16 മുതൽ 27 വയസ്സ് വരെയായിരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അംഗത്വം എടുക്കുന്ന തീയതിയിൽ 27 വയസ്സിന് താഴെയായിരിക്കണം. അംഗത്വം എടുക്കുമ്പോൾ അപേക്ഷകൾ കോളേജ് ID കാർഡും ആധാർ കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 3 വർഷത്തേക്കുള്ള അംഗത്വ ഫീസ് 45 രൂപയായിരിക്കും. അതായത് ഒരു വർഷത്തേക്ക് 15 രൂപ മാത്രമാകും ഫീസ് ഉള്ളത്. കോളേജ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ നിശ്ചയിക്കുകയും ചെയ്യുന്നതിന് ശേഷം അവർ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യും. കോളേജ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നിവയുടെ ഘടനയും അംഗസംഖ്യയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകം പ്രഖ്യാപിക്കും. അംഗത്വ നടപടിക്രമം പൂർത്തിയാക്കിയ ശേഷം അപ്ലോഡ് ചെയ്യുന്ന എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കും. രേഖകളെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉണ്ടായാൽ ഉന്നയിക്കാൻ പ്രത്യേക സമയപരിധിയും അനുവദിക്കും. ഔദ്യോഗിക NSCI വെബ്സൈറ്റ് ആയിരിക്കും പ്രധാന വിവരവിനിമയ വേദി. സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിനോടനുബന്ധിച്ച് പ്രത്യേക മൊബൈൽ ആപ്പും പുറത്തിറക്കുന്നുണ്ട്. അതേസമയം ഇത്തവണ 2 ഘട്ടങ്ങളായാവും തെരഞ്ഞെടുപ്പ് നടക്കുക. 1-ാം ഘട്ടത്തിൽ കോളേജ്, സർവകലാശാല യൂണിറ്റുകളിലെ തെരഞ്ഞെടുപ്പും 2-ാം ഘട്ടത്തിൽ ജില്ലാ, സംസ്ഥാന തലങ്ങളിലെ തെരഞ്ഞെടുപ്പും നടക്കും. യോഗ്യത, അംഗത്വം, നാമനിർദ്ദേശം, വോട്ടെടുപ്പ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ നിയമങ്ങളും നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശ